നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ പാൽമിറാസിന് തോൽവി രുചിക്കേണ്ടി വന്നിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബൊട്ടഫോഗോ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ബ്രസീലിയൻ ലീഗിലെ 1-ാം സ്ഥാനം ബൊട്ടഫോഗോ കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ പാൽമിറാസ് 2-ാം സ്ഥാനത്താണ് തുടരുന്നത്. ഈ മത്സരത്തിൽ പാൽമിറാസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് അവരുടെ യുവ സൂപ്പർ താരമായ എസ്റ്റവായോ വില്യന് പരിക്കേറ്റു എന്നുള്ളതാണ്. മത്സരത്തിന്റെ 80-ാമത്തെ മിനിറ്റിലാണ് ബൊട്ടഫോഗോ പ്രതിരോധ നിര താരമായ ബാർബോസയുടെ ചലഞ്ച് മെസ്സിഞ്ഞോക്ക് പരിക്കേൽപ്പിച്ചത്. മുടന്തിക്കൊണ്ടായിരുന്നു എസ്റ്റവായോ വില്യൻ പിന്നീട് കളിക്കളം വിട്ടത്. അദ്ദേഹത്തിന്റെ പരിക്കിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് തന്നെ നൽകിയിട്ടുണ്ട്. താരത്തിന്റെ ആംഗിളിനും കാൽമുട്ടിനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ സർജറി ചെയ്യേണ്ടതില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും പരിക്കിൽ നിന്നും മുക്തനാവാൻ കൂടുതൽ സമയം പിടിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എത്ര കാലം ഈ ഒരു 17-കാരൻ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ കുറച്ചധികം കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രസീലിന്റെ ഭാവി വാഗ്ദാനമായി പരിഗണിക്കപ്പെടുന്ന താരമാണ് മെസ്സിഞ്ഞോ അഥവാ എസ്റ്റവായോ വില്യൻ. അവസാനമായി കളിച്ച 9 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. വരുന്ന സെപ്റ്റംബറിലേക്കുള്ള ബ്രസീൽ ടീമിനെ പരിശീലകൻ ഡൊറിവാൾ ജൂനിയർ പരിഗണിക്കുമ്പോൾ അതിൽ ഇടം നേടാൻ സാധ്യതയുള്ള താരമായിക്കൊണ്ട് വില്യൻ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്കേറ്റത് ബ്രസീലിനും ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി നേരത്തെ തന്നെ വില്യനെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും വില്യൻ ചെൽസിക്ക് വേണ്ടി കളിച്ചു തുടങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.